ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചൂടായിട്ടുള്ള സമയത്ത് നമുക്ക് തലമുടിയിലൊക്കെ ശരിക്കും എന്താണ് ഓയിലൊക്കെ പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ തലയിൽ വരെ എന്ത് ചെയ്യാം, വെപ്പ്, അതായത് വെക്കയൊക്കെ വരാൻ അതാവും. അതുപോലെ ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കാനുള്ളിടം നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ടിപ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ടിപ്സ് ഞാൻ അകാല നിരക്കും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മുടി കറക്കുന്നതിന് പറഞ്ഞിട്ടുണ്ട്, തലമുടി വളരുന്നതിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, തലമുടിയിൽ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും പൊടിക്കാത്ത തലമുടിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ എന്ത് ചെയ്യണം, ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ തലയൊട്ടിൽ തേച്ച് പിടിപ്പിച്ച് മുടി വളർത്താൻ, പുരുകത്തിലെ മുടി വളർത്താൻ, ഇങ്ങനെയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് നമ്മുടെ തലയോട്ടിയിൽ ഒരു 15 മിനിറ്റോളം നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് അതിനെ ഒന്ന് തലയിൽ പുരട്ടാൻ പറ്റിയ പരുവത്തിനാക്കി എടുത്ത ശേഷം അതിൽ തോർത്ത് മുക്കി പിഴിഞ്ഞ് ആ തോർത്ത് കൊണ്ട് നമ്മുടെ തലയിൽ കെട്ടിവെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുളിക്കുകയാണെങ്കിൽ തലമുടി വളരുന്നതിന് നല്ലതാണ്, താരൻ പോകുന്നതിന് നല്ലതാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ്. ഇനി അടുത്തത്, തലമുടിയിൽ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നാടൻ ടിപ്സ് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നര വരുന്നവർ ഒരുപാട് ഡൈയും അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഡൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നാടൻ മാങ്ങാണ്ടി എടുത്ത ശേഷം അതിൻ്റെ അകത്തുള്ള പൾപ്പിനെ നല്ല ഭംഗിയായിട്ട് പൊടിച്ചെടുക്കുക. അതായത് മാങ്ങയുടെ അകത്തിരിക്കുന്ന മാങ്ങാണ്ടിക്കകത്തുള്ള ആ പൾപ്പിനെ പൊടിച്ചെടുത്തതിന് ശേഷം അത് നല്ല ഭംഗിയായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിനെ നമ്മുടെ വെളിച്ചെണ്ണയിൽ നമ്മൾ നല്ലതുപോലെ കുറുക്കിയെടുത്തതിന് ശേഷം, കുറുക്കിയെന്ന് പറഞ്ഞാൽ ഒന്ന് ശരിക്കും കട്ടിയായിട്ടില്ല, നമുക്കൊരു അരിപ്പയിലൂടെ അത് അരിച്ചെടുക്കാൻ പറ്റത്തക്ക രീതിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ദിവസവും പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നര ഒരു പരിധി കൂടുതലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ത്രിഫല എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ഈ ത്രിഫലയുടെ തോട് നിങ്ങൾക്ക് അറിയാവോന്ന് അറിഞ്ഞുകൂടാ, ചില ആൾക്കാർക്ക് അറിയാം, മിക്ക ആൾക്കാർക്കും അറിയാം. അതിനെ പൊടിച്ച് ഒരു സ്പൂൺ വീതം കൈതോന്നി നീരിൽ ചാലിച്ച ശേഷം അത് മുടിയിൽ പുരട്ടി വെക്കുക. അതും നര വരാതിരിക്കാനും തലമുടി വളരാനും വളരെ വിശേഷപ്പെട്ടൊരു റെമഡിയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തു വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടിപ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെയ്ത് നോക്കുന്നോ ഇല്ലയെന്ന് എനിക്കറിയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്ത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ തന്നെ ഇരിക്കാൻ വയ്യ, നല്ല ചൂടാണ് കൂട്ടുകാർ. നിങ്ങൾക്ക് ചൂടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. വീട്ടിനകത്ത് പോലും ഇരിക്കാം. ഞാൻ വീട്ടിനകത്താണ് ഇരിക്കുന്നത്, വെളിയിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.